ഹലോ! ഹായ് ഡിയേഴ്സ്. ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നെൻ്റെ ഡേ ഇൻ മൈ ലൈഫാണ്. ഞാൻ രാവിലെ ഉറക്കം എണീച്ച് ചേട്ടന് പണിയുണ്ട്. മോന് 8 മണിക്ക് ട്യൂഷനും പോകണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ രാവിലെ എണീച്ച് നേരെ പോകുന്ന പല്ല് തേക്കാനാണ്. അതെല്ലാ ദിവസവും അങ്ങനെ തന്നെയാണ്. അല്ലാതെ ഈ വീഡിയോയ്ക്ക് വേണ്ടിയല്ല. എല്ലാ ദിവസവും ആദ്യം എണീച്ച ഉടനെ ഞാൻ നേരെ പല്ല് തേക്കാൻ പോവും. എനിക്ക് സംഭവം കഴുത്ത് തിരിക്കാൻ വയ്യാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ 2 ദിവസം കൊണ്ടേ അതിൻ്റെ പിറകെയാണ് ഞാൻ. നല്ല കഴുത്ത് വേദനയുണ്ട്. മോൾക്ക് ഇന്നലെ ജലദോഷവും തുമ്മലൊക്കെ ആയതുകൊണ്ട് രാത്രി ഒരു പോളക്കണ്ണ് ഉറങ്ങിയില്ല അവൾ. അപ്പം രാവിലെ എണീച്ചപ്പോൾ ഭയങ്കര നിർബന്ധമായിരുന്നു. അങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവളെ ഒത്തിരി നേരമൊക്കെ എടുത്ത് വെച്ച് ആശ്വസിപ്പിച്ചതിന് ശേഷമാണ് എനിക്ക് അടുക്കളയിൽ കയറാൻ പറ്റിയത്. അപ്പോൾ അമ്മ ഒരുവിധം എല്ലാം റെഡിയാക്കി. പിന്നെ ചേട്ടൻ വന്ന് അവളെ പല്ല് തേപ്പിക്കാൻ വേണ്ടി പോയി. അപ്പോൾ അവൾ കരച്ചിലൊക്കെ ഒന്ന് മാറി. പിന്നെ ഞാൻ മോന് പോകാൻ വേണ്ടി അവന് പെട്ടെന്ന് കാപ്പിയൊക്കെ എടുത്ത് കൊടുത്തു. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചേട്ടനും പോകണം. സാധാരണ ഞായറാഴ്ച പണിക്ക് പോകാറില്ല. പക്ഷേ 2 ദിവസം മഴ ആയതുകൊണ്ട് പണിക്ക് പോയില്ല. അങ്ങനെ ഇന്ന് എന്തായാലും പണിക്ക് പോകണമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സമയം കൊണ്ട് എല്ലാം റെഡിയാക്കി കൊടുക്കണം. അങ്ങനെ ഞാനും അമ്മയും കൂടെ നല്ല ധൃതിയിൽ അടുക്കളയിൽ നിൽക്കുകയാണ്. ഞാൻ അവൾക്ക് കാപ്പി കൊടുക്കാൻ വേണ്ടി വന്നിരുന്നു. അപ്പോൾ കാപ്പി കൊടുത്ത് അവളെ ഒന്ന് ഒതുക്കിയാൽ എനിക്ക് പിന്നെ ബാക്കി അടുക്കളയിലോട്ട് കയറാം. സാധാരണ പാർലറിൽ പോകുന്ന ദിവസമാണെങ്കിൽ ഇപ്പോൾ എപ്പോഴേ ഒരുവിധം ജോലിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ നമുക്ക് പോകണ്ടാത്ത ദിവസം ഭയങ്കര മടിയാണല്ലോ. ഞായറാഴ്ചയൊക്കെ നമ്മൾ എത്ര ജോലി ചെയ്താലും തീരില്ലല്ലോ. അങ്ങനെ ഞാൻ അവൾക്ക് കാപ്പി കൊടുത്ത ശേഷം അവളുടെ മുടി നല്ല ചുരുണ്ട മുടിയായതുകൊണ്ട് നല്ല ജടയാണ്. അപ്പം രാത്രി ഞാൻ കെട്ടി വെച്ചിട്ടാണ് കിടക്കുന്നത്. രാവിലെ അതേപോലെ വീണ്ടും തല അഴിച്ച് നന്നായിട്ട് ജട അറുത്തിട്ടാണ് തല കെട്ടി കൊടുക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ ഭയങ്കര ജടയാണ് ആളിൻ്റെ മുടി. അങ്ങനെ ആളിൻ്റെ തലയൊക്കെ കെട്ടിക്കൊടുത്ത് അവിടെ ഇരുത്തി. പിന്നെ എനിക്ക് പെടലി വേദന കാരണം എനിക്കും തല ഇന്നലെ കെട്ടാൻ പറ്റിയില്ല. അപ്പോൾ അതും നന്നായിട്ട് ജടയൊക്കെ ആയി. അങ്ങനെ ഞാൻ ഇന്ന് വീട്ടിൽ നിൽക്കുന്നതുകൊണ്ട് ശകലം വെളിച്ചെണ്ണയൊക്കെ തേച്ച് നന്നായിട്ട് ഉടക്കിറക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ പെടലി വേദന കാരണം എനിക്ക് നന്നായിട്ട് കൈയെടുത്ത് കോതാനും ഒന്നും പറ്റിയില്ല. തലേദിവസം അമ്മ എനിക്ക് കോടാലിത്തൈലമൊക്കെ ഇട്ട് തേച്ച് തന്നെങ്കിലും പക്ഷേ അതങ്ങോട്ട് ശരിയായില്ല. ആ കോടാലിത്തൈലത്തിൻ്റെ ആ ഒരു മരുന്നിൻ്റെ ആ ഒരു ഇതിലൊരു ചെറിയൊരു ആശ്വാസം തോന്നിയെങ്കിലും എനിക്ക് വേദനയ്ക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ അമ്മയോട് പറഞ്ഞു എനിക്ക് കുറച്ചൊക്കെ തേച്ചാൽ മതിയെന്ന്. അങ്ങനെ അമ്മ മാക്സിമം നോക്കി. പക്ഷേ രക്ഷയില്ല. എനിക്ക് വേദനയ്ക്ക് ഒരു കുറവുമില്ല. ഇത് ഇന്നലെ എടുത്ത വീഡിയോയാണ് ഈ തൈലം ഇടുന്നത്. അതിനുശേഷം ഞാൻ മുടി ഉടക്കിറക്കാൻ വേണ്ടി പുറത്തിറങ്ങി. അടുക്കളയിലെ പണിയൊക്കെ അതുപോലെ തന്നെ കിടക്കുകയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ പോയി നെത്തോലി നുള്ളിയെടുക്കാമെന്ന് വിചാരിച്ച്. അമ്മ തേങ്ങയൊക്കെ തിരുവി തന്നുകൊണ്ട് ഞാൻ മീനും അരച്ചെടുത്തായിരുന്നു മിക്സിയിൽ. ഷോൾഡർ വേദന ഉള്ളതുകൊണ്ട് എനിക്ക് തേങ്ങ അരവാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ മീനിനൊക്കെ ഞാൻ അരച്ച് ഞാൻ നെത്തോലി മീൻ വെക്കുമ്പോഴത്തേക്ക് അതിനകത്ത് മുരിങ്ങക്കായും പച്ചമുളക്, തക്കാളിക്ക ഇതെല്ലാം ഇട്ടിട്ടാണ് ഞാൻ നെത്തോലി വെക്കുന്നത്. വിറകടുപ്പിൽ തന്നെയാണ് നമ്മൾ മീൻ വെക്കുന്നത്. അപ്പം അതിനായിട്ട് ഞാൻ വിറകടുപ്പൊക്കെ കത്തിച്ചു. കുറച്ച് മണ്ണെണ്ണയൊക്കെ ഒഴിച്ചിട്ടാണ് എനിക്ക് കത്തിക്കാൻ പറ്റിയത്. അങ്ങനെ മീനൊക്കെ അടുപ്പിൽ വെച്ചു. പിന്നെ ഞാനും അമ്മയും കൂടെ നല്ല വെയിൽ കണ്ടപ്പോഴത്തേക്ക് തുണിയെല്ലാം കൂടെ വാരിയിടാമെന്ന് വിചാരിച്ചു. 3-4 ദിവസത്തെ തുണിയുണ്ട്. എല്ലായിടത്തും മഴയായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് ഈ തുണികളൊന്നും ഉണങ്ങുന്നില്ല. പ്രത്യേകിച്ച് കൊച്ചുങ്ങളെ യൂണിഫോമും അങ്ങനെയുള്ള ഐറ്റംസാണ് ഉണങ്ങാൻ ഏറ്റവും വലിയ പാട്. അങ്ങനെ ഇന്ന് വെയിൽ കണ്ട പാടെ ഞാനും അമ്മയും കൂടെ ആ വെച്ചിരുന്ന തുണികളെല്ലാം വാരിയിട്ട് നമ്മുടെ പാറയുടെ സൈഡിലെ അശയിലും നിറയെ തുണികളായിരുന്നു ഇന്ന്. പക്ഷേ ഇന്ന് വൈകുന്നേരം വരെ നല്ല വെയിലുണ്ടായിരുന്നതുകൊണ്ട് ഫുൾ തുണി നമ്മൾ ഉണക്കിയെടുത്ത്. അതിൻ്റെ ഒരു ആശ്വാസമുണ്ട്. കാരണം കൊച്ചുങ്ങളെ തുണിയാകുമ്പോഴത്തേക്ക് എപ്പോഴും നമ്മൾ മാറ്റി കൊടുക്കുമല്ലോ. അപ്പോൾ അത് തന്നെ ഒരുപാട് ഞറുങ്ങണി തുണികളുണ്ടാവും. പക്ഷെ എന്തായാലും ആ ഒരു പരിപാടി ഇന്ന് കഴിഞ്ഞ് കിട്ടി. അത് വാരി വിരിച്ച ശേഷം ഞാൻ വന്ന് രസം വെക്കാൻ തുടങ്ങി. ആ സമയത്ത് അമ്മ അടുപ്പിൽ കിഴങ്ങ് വെച്ച ശേഷം ചോറിൻ്റെ പരിപാടിയെല്ലാം നോക്കുന്നുണ്ടായിരുന്നു. രാവിലെ എല്ലാവർക്കും തിളപ്പ് ചൂറ്റിയ ചോറാണ് കൊടുത്തു വിട്ടത്. ഇത് രസത്തിനായിട്ട് ഞാൻ കടുക് വറുക്കുമ്പോൾ ഞാൻ തോനെ കടുക് വറുക്കും. അപ്പോൾ എല്ലാ ദിവസവും നമുക്കിങ്ങനെ കടുക് വറുക്കാനുള്ള നേരമൊന്നും കിട്ടത്തില്ല. അപ്പോൾ ഇങ്ങനെ തോനെ കടുക് വറുത്ത് ഫ്രിഡ്ജ് വെച്ചിരുന്നാൽ അപ്പോഴെപ്പോഴും നമുക്ക് കറികൾ ചേർക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ഞാൻ ചെയ്യാറ്. പിന്നെ ചേട്ടന് നെത്തോലി ഫ്രൈ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് കുറച്ച് നെത്തോലി എടുത്ത് ഞാൻ ഫ്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ കാപ്പി കുടിക്കാനാണ് പോയത്. അതിനുശേഷം ഇത് നമ്മൾ വാവിനൊന്ന് വാങ്ങിച്ച ചിക്കൻ്റെ ലിവറാണ്. അത് മോന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അവന് ഞാൻ കുറച്ച് എടുത്ത് ഫ്രൈ ചെയ്യാമെന്ന് കരുതി. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് അമ്മ മീൻകറിയൊക്കെ വറ്റിച്ചിറക്കി. എനിക്ക് ഷോപ്പിൽ 1-2 പേര് വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെല്ലാവരോടും ഞാൻ ഒരു 12 മണി ടൈമിലാണ് വരാൻ പറഞ്ഞത്. അപ്പോൾ ഞായറാഴ്ച പോകാത്തതുകൊണ്ട് പക്ഷേ എനിക്ക് അവരെ ഒഴിവാക്കാനും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരെ ഷോപ്പിൽ പോയി. അപ്പോൾ പറഞ്ഞ കസ്റ്റമറെല്ലാം വന്ന ശേഷം ഞാൻ ഒരു 2:30 മണിയാവും വീടെത്തിയത്. അപ്പോൾ ഞാൻ വന്ന വഴിക്ക് കടയിൽ കയറി മുളകും മല്ലിയും വാങ്ങിക്കൊണ്ടാണ് വന്നത്. മുളകും മല്ലി ഞാൻ വാങ്ങിച്ചുകൊണ്ടിരുന്ന നാളെ തൊട്ട് നല്ല മഴയായിരിക്കും.
ഇന്നലെ കഴുത്ത് വേദനയായോണ്ട് എനിക്ക് തല കുളിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാനിന്ന് ഉച്ചയ്ക്ക് തന്നെ നേരത്തെ അങ്ങ് തല കുളിച്ചു. എൻ്റെ കുളി അങ്ങ് നടത്തി. അതിന് ശേഷം ഞാൻ ചോറ് കഴിക്കാൻ പോയി. പിന്നെ അവൾക്ക് ചോറ് കൊടുത്ത ശേഷം ഞാൻ വീണ്ടും കുറച്ച് തുണികൾ അകത്ത് അശയിലൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം വാരിയിട്ടപ്പോൾ നല്ല വെയിലുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ നേരെ പോയി എൻ്റെ മോളെയും കൊണ്ട് നന്നായിട്ട് കിടന്ന് ഉറങ്ങി. ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീച്ച കോലമാണിത്. ഏകദേശം 5:30, 6 മണിയോളം ആവാറായി. പിന്നെ ചേച്ചിയുടെ മക്കൾ ഇരട്ടകളായതുകൊണ്ട് അതിലൊരാളെ വിളിച്ച് ഞാൻ എൻ്റെ കഴുത്ത് തടവിച്ചു. ഇരട്ടകൾ ഇങ്ങനെ കഴുത്ത് വേദന, നടുവേദനയൊക്കെ ഉണ്ടെങ്കിൽ ഇരട്ടകൾ തടവിയേ പോകുമെന്നല്ലേ പറയുന്നത്. അപ്പോൾ ചേച്ചിയുടെ മോനോട് ഞാൻ പറഞ്ഞു എനിക്ക് നന്നായിട്ടൊന്ന് തടവിത്തരാൻ. അങ്ങനെ അവൻ വന്ന് തടവി തന്നു. അതിനുശേഷം ഒരു ലോഡ് തുണി നമ്മൾ ഉണക്കിയെടുത്ത തുണികളെല്ലാം കൂടെ അമ്മ ഓരോന്നായിട്ട് മടക്കി വെച്ചു. അത് പിന്നെ എടുത്ത് കൊണ്ടുവയ്ക്കേണ്ട ജോലി എനിക്കാണ്. അതിനുശേഷം ചായ ഇടാൻ ഒരുങ്ങി. അങ്ങനെ ചായയൊക്കെ ഇട്ടു. ചേട്ടനൊക്കെ വന്നു. അങ്ങനെ ചായയൊക്കെ കുടിച്ചിട്ട് എല്ലാവരും റെസ്റ്റ് എടുത്തിരിക്കുകയാണ്. ഇനിയിപ്പോൾ വൈകിട്ട് ചോറ് കഴിക്കാറൊക്കെ ആയി വരുന്നുണ്ട്. പിന്നെ മോന് ചോറ് കഴിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അവന് ഞാൻ ചോറിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അവൻ ഈ കറികളൊക്കെ ഞാൻ വെക്കുന്നത് വെറുതെയാണ്. അപ്പോൾ ഇപ്പോൾ ഇതിൽ പരിപ്പും പപ്പടവും മാത്രമേ കഴിക്കാറുള്ളൂ. അവന് തോരനോ വിഴുക്കോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇഷ്ടമല്ല. പിന്നെ എൻ്റെ ഒരു സമാധാനത്തിന് വേണ്ടിയാണ് ഞാൻ അവന് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് ശേഷം ഇനി നമുക്കൊക്കെ ചോറ് കഴിക്കണം, പിന്നെ കിടന്നുറങ്ങണം. ഇതൊക്കെ തന്നെയാണ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ വീഡിയോ കണ്ടതിൽ ഒരുപാട് സന്തോഷം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ ബൈ.